വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് നമ്മൾ കുറേ ആട്ടിൻ സൂപ്പൊക്കെ കുടിക്കുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ ആട്ടിൻ സൂപ്പിൻ്റെ ഒരു റെസിപ്പിയാണ്. ഇടുപ്പല്ല്, ആടിൻ്റെ ഇടുപ്പല്ലാണ് അതെങ്ങനെ സൂപ്പ് വയ്ക്കുക എന്നുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്നുള്ളത്. അപ്പോൾ നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കിലോ ആടിൻ്റെ ഇടുപ്പല്ലാണ്. ഇത് നമുക്ക് കടയിൽ പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളൊരു 20 ചെറിയ ഉള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളിയാണിത്. ഒരു 2 ഉണ്ട വലിയ വെളുത്തുള്ളി ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. ഇതാണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. സൂപ്പിനുള്ള മരുന്നാണിത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അയമോദകം, ചതൂപ്പ, തുപ്പല്ലി, ചെറിയ ജീരകം, കുരുമുളക്, കടുക്, പച്ചമല്ലി. ഇതൊക്കെ നമ്മൾ 2-3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി നമുക്ക് ആ ചൂടോടെ തന്നെ പൊടിച്ചെടുക്കുക. 2.5 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ പൊടിക്കാനൊക്കെ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈദ്യശാലയിൽ പോയി കഴിഞ്ഞാൽ ഇത് സൂപ്പ് വെക്കാനുള്ള മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈദ്യശാലയിൽ നിന്ന് തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയും വെക്കാം കേട്ടോ. ഈ മരുന്നിന് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നീട് അതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. സാധാരണ ഈ സൂപ്പിൽ ഉപ്പ് ചേർക്കില്ല. നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. വേണ്ടാത്തവർ ചേർക്കേണ്ട, ആവശ്യമുള്ള ആൾക്കാർ കുറച്ച് ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇങ്ങനത്തെ കപ്പിൽ 2 കപ്പ് വെള്ളം നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാരൊക്കെ കഴിക്കുന്ന സൂപ്പാണിത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആട്ടിൻ്റെ ഇടുപ്പല്ലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ആട്ടിൻ്റെ തല, കാല്, കൈ, അങ്ങനെയുള്ള ചെസ്റ്റ്, വാരിയെല്ല്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ കഴിക്കും. ഒരാടിന് ഫുൾ കഴിക്കും എന്നാണല്ലോ പറയാറ്. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളിപ്പോൾ മൊത്തത്തിൽ ഒരു 4 വിസിലാണ് ഇത് അടിച്ചിട്ടുള്ളത്. അതായത് ഫസ്റ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലടിക്കുക. അതിനുശേഷം നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിലടിക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് എല്ലാ ആവിയും പോയതിന് ശേഷം നമ്മളിത് തുറക്കുകയാണ്. ഓക്കെ. അപ്പോൾ എല്ലാ ആവിയൊക്കെ പോയതിന് ശേഷം നമ്മളിത് തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഓക്കെ. ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് താളിച്ചൊഴിക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പ്. ഓക്കെ. എല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്കൊരു കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചൊന്ന് ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചെറിയുള്ളി അരിഞ്ഞതാണ്. അതൊരു 10 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി, ഒരു 3 തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച മീറ്റ് നമ്മൾ ചേർക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആട്ടിൻ്റെ ഇടുപ്പല്ലിൻ്റെ സൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. സംഭവം നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കർക്കിടകത്തിലൊക്കെ എല്ലാവരും കുടിക്കും ഇത്.
നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കഴിക്കാറ്, അതായത് സൂപ്പും മീറ്റും ഒക്കെ കൂടിയാണ് കഴിക്കാറ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ സൂപ്പ് മാത്രം മാറ്റിയിട്ട് കുടിക്കും, മീറ്റ് എന്താ പറയുക ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് താളിച്ചിട്ട് വേറെ ഡ്രൈ ആക്കി കഴിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ മരുന്നിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.